നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നോർവേ സന്ദർശന വേളയിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് വിവാദത്തിലായ മാധ്യമപ്രവർത്തക ഹെല്ലെ ലിങ് അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് സംബന്ധിച്ചപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയാണ്. പബ്ലിസിറ്റി നേടുന്നതിന് വേണ്ടിയാണോ അവർ ഈ നാടകം കളിച്ചത് എന്ന് സ്വാഭാവികമായി ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ വിവാദങ്ങളുടെ തൊട്ട് പിന്നാലെ NDTV അവരുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. NDTVയുടെ മുതിർന്ന മാധ്യമപ്രവർത്തകയായ ഗൗരി ദ്വിവേദിയാണ് ഈ ലിങ്കുമായി ചർച്ച നടത്തിയിരുന്നത്. പക്ഷേ ഈ അഭിമുഖത്തിലുടനീളം ഇന്ത്യയെക്കുറിച്ച് ഈ മാധ്യമപ്രവർത്തകയ്ക്ക് യാതൊന്നും തന്നെ അറിയില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും പുസ്തകങ്ങൾ താങ്കൾ വായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഈ ഹെൽ ലിങ് പറയുന്നത്, ഞാൻ ഇന്ത്യയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകം ബിരിയാണിയെക്കുറിച്ചും യോഗ വിദ്യയെക്കുറിച്ചും മാത്രമാണ്. ഇന്ത്യൻ രാഷ്ട്രത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നാണ്. ഇത് പറഞ്ഞ ഈ മറുപടി നൽകിയ ഇതേ ആൾ തന്നെയാണ് അവിടെ ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധർ വാർത്താസമ്മേളനം നടത്തിയ വേളയിൽ അവരോട് തുരുതുര ചോദ്യങ്ങൾ ചോദിക്കുകയും ഇന്ത്യയിൽ ജനാധിപത്യം ധ്വംസനം ചെയ്യപ്പെടുകയാണ് എന്നും ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഇതിനൊക്കെ തന്നെ മലയാളിയായ IFS ഉദ്യോഗസ്ഥൻ സിബി ജോർജ് വളരെ കൃത്യമായി തന്നെ മറുപടി പറയുകയും അവരുടെ വായടപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവേ പ്രധാനമന്ത്രിയുമായുള്ള സംയുക്ത പ്രസ്താവനയ്ക്ക് ശേഷം അവർ പുറത്തേക്ക് നടക്കുമ്പോൾ ഇവർ പെട്ടെന്ന് നരേന്ദ്രമോദിയുടെ പിന്നാലെ കൂടി ചോദ്യങ്ങൾ ചോദിക്കുക, അദ്ദേഹം അവരെ അവഗണിച്ച് കടന്നു പോവുകയും ചെയ്തതും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ മാധ്യമപ്രവർത്തകയ്ക്ക് മാധ്യമപ്രവർത്തനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഇവരുടെ പെരുമാറ്റ രീതികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംയുക്ത പ്രസ്താവന എന്ന് പറയുന്നതും സംയുക്ത വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മാത്രമാണ് എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി പറയുകയൊക്കെ തന്നെ ചെയ്യുന്നത്. ഇത് ഒരു സംയുക്ത പ്രസ്താവന നടത്തിയാൽ അതിൽ ചോദ്യോത്തര വേളയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ എന്തിനാണ് ഇവർ പിറകെ കൂടിയത് എന്നുള്ള സ്വാഭാവികമായ ഒരു സംശയം വരുന്നുണ്ട്. ഇവർക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഒരു പക്ഷേ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യാപകമായി മാറുന്ന ലെഫ്റ്റ് ഓക്കിസ്റ്റുകളാണോ ഇവരുടെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. ഒപ്പം തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ വളരെ കുറഞ്ഞ തോതിലുള്ള ഫോളോവേഴ്സ് ഉള്ളതായിരുന്നു. പക്ഷേ ഈ വിവാദത്തെ തുടർന്ന് അത് വലിയ തോതിൽ ഇപ്പോൾ അതിന് റീച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണോ ഇവർ ഈ വിവാദം സൃഷ്ടിക്കാൻ ഇറങ്ങിയത് എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയെക്കുറിച്ചോ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ചോ ഇന്ത്യയുടെ രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു മാധ്യമപ്രവർത്തക മറ്റൊരു രാജ്യത്തെ പ്രധാനമന്ത്രി, അതായത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോടെ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള അബദ്ധ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായി വന്നത് ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളത് നോർവേ സർക്കാർ തന്നെ അന്വേഷിക്കേണ്ടതായിട്ട് വരും. കാരണം ഇത് ആ രാജ്യത്തെത്തിയ അതിഥിയായി എത്തിയ മറ്റു രാജ്യത്തെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ രാജ്യത്തെ തന്നെ, അതായത് ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്തെ തന്നെ അവഹേളിക്കുക എന്നുള്ളതിന് തുല്യമാണ്. മാത്രമല്ല ഇവർ പറയുന്നു നോർവേയാണ് ലോകത്തെ ഏറ്റവും അധികം മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യമെന്ന്. നോർവേ നമുക്കറിയാം വളരെ ഏതാനും ലക്ഷങ്ങൾ മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് നോർവേ. അതേസമയം ഇന്ത്യ ആകട്ടെ 100 കോടിയിലധികം ജനസംഖ്യയുള്ള ഒരു മഹാരാജ്യവും. കഴിഞ്ഞ ദിവസം ഇവരുടെ അബദ്ധ ചോദ്യങ്ങൾക്ക് മറുപടിയായി സിബി ജോർജ് പറഞ്ഞൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ 200-ലധികം ടെലിവിഷൻ ചാനലുകളും അതിൻ്റെ എത്രയോ ഇരട്ടി അച്ചടി മാധ്യമങ്ങളും ഉണ്ട് എന്നാണ്. നിങ്ങൾക്കത് അറിയാമോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നോർവേ പോലുള്ള ചെറിയ രാജ്യങ്ങളിൽ 1-2 ടെലിവിഷൻ ചാനലുകളും കൂടിപ്പോയാൽ 3-4 പത്രങ്ങളും മാത്രമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾ പറയുകയാണ് ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യം. ആരോ നടത്തിയൊരു സർവേയിലാണ് ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്. ഗൗരി ദ്വിവേദി ഈ ലിങ്കിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ നാട്ടിലെ രാജകുടുംബാംഗങ്ങൾ ചൈന സന്ദർശിച്ച വേളയിൽ അവർ ഉഗിയൂർ മുസ്ലിങ്ങളുടെ ഭീകരാവസ്ഥയെക്കുറിച്ച് കാണാൻ വിസമ്മതിച്ചു എന്നുള്ള വാർത്ത ശരിയാണോ എന്ന്. അതിന് ഇവർ നൽകുന്ന മറുപടി ആകട്ടെ ഞാനന്ന് മാധ്യമപ്രവർത്തകയായിരുന്നില്ല എന്നാണ്. അതായത് 4-5 വർഷം മുമ്പ് നടന്ന സംഭവം പോലെ ഇവർക്ക് എന്താണെന്നുള്ളത് ഇപ്പോഴും കൃത്യമായി അറിയില്ല. അങ്ങനത്തെ ഒരാളാണ് മറ്റൊരു രാജ്യത്തെ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് കാണുമ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ വലിയ തോതിലുള്ള ഗൂഢാലോചന, അത് നരേന്ദ്രമോദിക്കോ മറ്റാർക്കുമെതിരെയല്ല ഇന്ത്യക്കെതിരെ നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടി വരും. മാത്രമല്ല ഹെല്ലെ ലിങ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി പോലും തൻ്റെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെത്തി അത് ഷെയർ ചെയ്യുന്നുണ്ട്, അത് തനിക്ക് വലിയൊരു നേട്ടമായി കരുതുന്നു എന്നാണ്. കൂടാതെ താൻ രാഹുൽ ഗാന്ധിയെ വലിയ താമസമില്ലാതെ തന്നെ അഭിമുഖം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുള്ള ശ്രമങ്ങൾ താൻ ആരംഭിക്കുന്നു എന്നുമൊക്കെ തന്നെ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു ഇന്ത്യ വിരുദ്ധ അജണ്ട, നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ലെഫ്റ്റ് വോക്കിസ്റ്റുകളുടെയൊക്കെ തന്നെ നേതൃത്വത്തിലുള്ള ഏതൊക്കെയോ വലിയ സംഘങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും അല്ലെങ്കിൽ നമ്മുടെ നയതന്ത്ര വിദഗ്ധന്മാരെയൊക്കെ തന്നെ അപമാനിക്കുന്നതിന് വേണ്ടിയും ലോകത്തിന് മുന്നിൽ ഇവർ ജനാധിപത്യ വിരുദ്ധന്മാരാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുമാണോ ഈ ഒരു വേഷം കെട്ടി വിട്ടത് എന്ന് സ്വാഭാവികമായും സംശയിക്കത്തക്ക രീതിയിൽ തന്നെയാണ് പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ ഇപ്പോൾ NDTV പുറത്തുവിട്ടിട്ടുള്ള ഈ ഒരു അഭിമുഖവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല നോർവേയിലെ ഒരു പ്രമുഖ ദിനപത്രം
ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാമ്പാട്ടിയെ ചിത്രീകരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടുള്ള ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും തനിക്കത് അറിയില്ലെന്നും ആ പത്രത്തോട് പോയി ചോദിച്ചാൽ മതി എന്നുമാണ് ഇവരുടെ മറുപടി. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു സംഘടിതമായ ഒരു പരിപാടി തന്നെയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തെ അപമാനിക്കുക, അതിലൂടെ ഇന്ത്യയെ അപമാനിക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട തന്നെയാണ് ഇതിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നേരത്തെ UAE-യിലും സ്വീഡനിലും പിന്നീട് ഇറ്റലിയിലുമൊക്കെ സന്ദർശിച്ചപ്പോഴൊന്നും തന്നെ ഇത്തരത്തിലുള്ളൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഈ നോർവേ പോലെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ പൊതുവെ വളരെ ചെറിയ രാജ്യങ്ങളിലൊന്നാണ് ഈ നോർവേ. അവിടെയുള്ളൊരു മാധ്യമപ്രവർത്തക ഇത്തരത്തിലുള്ള ഒരു തന്ത്രവുമായി രംഗത്തെത്തിയതിൻ്റെ പിന്നിൽ തീർച്ചയായും സ്ഥാപിത താല്പര്യങ്ങൾ തന്നെയാണുള്ളത്. ഏതായാലും ഇത് നയതന്ത്ര തലത്തിൽ തന്നെ ഒരുപക്ഷെ ഇന്ത്യ ഇത് സംബന്ധിച്ച വിശദീകരണം നോർവേയോട് തേടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ്, ഈ മാധ്യമപ്രവർത്തകയ്ക്ക് ഇന്ത്യയെക്കുറിച്ച് ലോകത്തെ ഒരു കാര്യത്തെക്കുറിച്ചും ഒരു ചുക്കും അറിയില്ല എന്ന്.